ഈ PCOD-യിലെ മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും വരാറുണ്ട്. കുട്ടികളെന്നല്ല, എല്ലാ സ്ത്രീകളും ഈ മൂഡ് സ്വിംഗ് പറയാറുണ്ട്. അപ്പൊ ഈ മൂഡ് സ്വിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാനസികമായിട്ട് ടെൻഷൻ, ഒന്നാമത് അവരിപ്പോ വർക്ക് ചെയ്യുന്നതിന്റെ സ്ട്രെസ് ഉണ്ടാവും, വീട്ടിലെ കുടുംബത്തിലെ സ്ട്രെസ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ PCOD ഉള്ളവർക്കുള്ള മൂഡ് സ്വിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുമ്പോൾ വായു, പിത്തം, കഫം എന്ന 3 ദോഷങ്ങൾ, അതിനെ അങ്ങനെ 3 ദോഷങ്ങൾ എന്ന് പറയാം. അവര് സമാവസ്ഥയിൽ നിന്നാലാണ് ബോഡി മെറ്റബോളിസം ശരിയായി ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക. നമ്മുടെ വായുക്കളെ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്ന വായുവിനെ അപാനവായു എന്നും ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന വായുവിനെ പ്രാണവായു എന്നുമാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപാനവായു എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് പോർഷനിലെ, അതായത് അടിവയറിന്റെ ഭാഗത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് ഈ അപാനവായുവാണ്. അപ്പൊ ഈ അപാനവായുവിന് തടസ്സം വരുമ്പോഴാണ് ഈ മെൻസ്ട്രൽ ഡിസോർഡറും കോൺസ്റ്റിപ്പേഷനും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരിക. അപ്പൊ അടിയിലെ തടസ്സം വന്നു കഴിയുമ്പോൾ ബാക്കി 4 തട്ടുകളിൽ നിൽക്കുന്ന ആ വായുക്കൾക്ക് എല്ലാവർക്കും തടസ്സം വരും. ഇപ്പൊ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പ്രാണവായുവാണ്. പ്രാണോ ഹൃദയസ്ഥിത, പ്രാണവായു ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഹൃദയത്തെയാണ് നമ്മുടെ മനസ്സായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ ആ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആ വായുവിന് ഇവരെല്ലാം താഴേന്ന് മുകളിലേക്ക് തള്ളി വിടുമ്പോൾ തലയിൽ വന്നുമ്പോൾ അത് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന് പുറത്തു പോകാനുള്ളൊരു വഴിയില്ല. ആ ഒരു തടസ്സം, ആ മനസ്സിന് വരുന്ന ആ ഒരു കംപ്രഷനാണ് മൂഡ് സ്വിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ആ അടിവയറിൽ സ്ഥിതി ചെയ്യുന്ന വായുവിനെ അതിന് വേണ്ട ഇന്റേണൽ എക്സ്റ്റേണൽ മെഡിസിൻ അപ്ലൈ ചെയ്തുകൊണ്ട് ആ തടസ്സം മാറ്റി കൊടുക്കുമ്പോഴാണ് പ്രാണവായുവിന്റെ രോധവും മാറിയിട്ട് ആ മൂഡ് സ്വിംഗ് മാറിക്കിട്ടുക. അതിനുശേഷമാണ് PCOD-ക്ക് വേണ്ട ചികിത്സകൾ ചെയ്യുക. മൂഡ് സ്വിംഗ് നമുക്ക് PCOD-യുടെ ആയുർവേദ ചികിത്സയിലൂടെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും.